ഷംസുൽ ഉലമ കുത്തുബി ഉസ്താദ് ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു. പെട്ടെന്ന് അവിടുത്തെ ഒരു പാമ്പ് കൊത്തി. വിഷയം പരിഗണിക്കാതെ കാലും കുടഞ്ഞ് കുത്തുബി ഉസ്താദ് തൻ്റെ യാത്ര തുടർന്നു. ശിഷ്യഗണങ്ങൾ ഉസ്താദിന് വിഷമേൽക്കുമല്ലോ, അത് പ്രശ്നമാകുമല്ലോ എന്ന ബേജാറോടെ ഉസ്താദിനോട് കാര്യം പറഞ്ഞു. ഉസ്താദ് അവരുടെ പ്രതികരണം: ഞാൻ ദിവസവും ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് വിഷമേൽക്കില്ല എന്നാണ്. ഉസ്താദിന് ആ പാമ്പിൻ്റെ കൊത്ത് ഒരു പോറലും ഏൽപ്പിച്ചില്ല എന്നത് ചരിത്രം. ഹദ്ദാദ് റാത്തീബ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ കാവലാണ്. ഇന്ന് കേരളക്കരയിൽ വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പാമ്പ് കടിയും മരണങ്ങളും. ചൂട് കടുത്തതോടുകൂടെ തണുപ്പുള്ള ദേശങ്ങൾ തേടി പാമ്പുകൾ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക്, അലമാരകളിലേക്ക്, നമ്മുടെ വിരിപ്പുകളിലേക്ക് ചേക്കേറുന്നു. അത് നമ്മളുടെ അശ്രദ്ധകൾ കാരണമായി നമ്മെ കൊത്താനും മരണങ്ങൾ വരിക്കാനും ഒക്കെ കാരണമാകുന്നു എന്നതാണ് ചർച്ചകൾ. ഒരു മുഅ്മിനായ മനുഷ്യനുള്ള വലിയ കാവലാണ് ഹദ്ദാദ് റാത്തീബ്. അത് ജീവിതത്തിൽ നിത്യമാക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നഷ്ടത്തിന് അത് വലിയ സംരക്ഷണം ഒരുക്കുന്നുണ്ട്. അതോടുകൂടെ ഇതുപോലെയുള്ള ബലാവുകളിൽ നിന്ന്, വിഷങ്ങളിൽ നിന്ന് നമുക്ക് സുരക്ഷയൊരുക്കുന്നുണ്ട് എന്നതാണ് ഈ ചരിത്രം നമ്മോട് പറയുന്നത്. എന്ന പോലെ തന്നെ മഹാനരായ ഷെയ്ഖ് റിഫായി തങ്ങളുടെ മേലിലെ നിത്യവും ഫാത്തിഹ ഓതാനും നമ്മൾ പരിശ്രമിച്ചാൽ അതും നമുക്ക് വലിയ കാവലാണ്. വിഷത്തിന് മന്ത്രിക്കുന്ന ഇജാസത്ത് തരുമ്പോൾ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ: എല്ലാ വെള്ളിയാഴ്ച രാവിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും സുൽത്താനുൽ ആരിഫിൻ ഷെയ്ഖ് റിഫായി തങ്ങളുടെ മേലിലും യാസീൻ ഓതണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റിഫായി തങ്ങൾ വിഷത്തിൻ്റെ വിഷയത്തിൽ സ്പെഷ്യലിസ്റ്റാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതി ആ മഹാന്മാരോടൊക്കെ കാവല തേടി ജീവിക്കാൻ കഴിയണം. അള്ളാഹു എല്ലാ ബലാവുകളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. ഇന്ന് ന്യൂസ് റൂമുകളിൽ ഇരുന്നു കൊണ്ട് കേരളീയ സമൂഹത്തെ വല്ലാതെ പേടിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളും പാമ്പിൻ്റെ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വല്ലാതെ പേടിച്ച് ഭയപ്പാടോടെ ഇരുന്നാൽ ചിലപ്പോൾ കൊത്തുന്നത് തേളാണെങ്കിലും മരണത്തിന് ഹേതുവാകും എന്നതാണ് കാര്യം. പേടി അത് നമ്മെ വിഷമേൽക്കാൻ കാരണമാക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാൻ സേവനം ചെയ്യുന്ന നാട്ടിൽ പഴയകാലങ്ങളിൽ ഓലമേഞ്ഞ വീടുകളുടെ വർത്തമാനങ്ങൾ പറഞ്ഞു തരുന്നതിനിടയിൽ കൂട്ടുകാരൻ പറഞ്ഞൊരു ചരിത്രമുണ്ട്. അന്ന് ഓലമേഞ്ഞ് വീടുകൾ സുരക്ഷിതമാക്കും. വർഷകാലമാകുമ്പോൾ അതാണ് അവരുടെ വലിയ അത്താണി. ആ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും ഓലമേഞ്ഞ് വീട് കെട്ടി ഒതുക്കണം. അങ്ങനെ ഒരു വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം ഓലകളൊക്കെ ഒതുക്കി വച്ചതിന് ശേഷം നീളമുള്ള വണ്ണം കുറഞ്ഞ ഒരു കമ്പ കൊണ്ട് അതിനെയെല്ലാം കോർവയാക്കി കുത്തി നിർത്തും. അങ്ങനെ അവസാനം മുടഞ്ഞ ഓലകൾ ഒതുക്കി വച്ച് ആ വണ്ണം കുറഞ്ഞ വടിയെ കൊണ്ട് അവകളെയെല്ലാം ബാൻ ചെയ്യുന്ന സമയം പെട്ടെന്ന് കയ്യിൽ എന്തോ ഒന്ന് കുത്തി. ആ കുത്തിൽ അവിടെ നിന്ന് രക്തം വന്നു. ഈ മനുഷ്യൻ ഓലയുടെ ഈർക്കിളി കുത്തിയതാണ് എന്ന വിശ്വാസത്തിൽ അതിനെ ട്രീറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അടുത്ത വർഷം ആ ഓലകളെല്ലാം ഇളക്കിയെടുത്ത് പുതിയ ഓലകൾ വെക്കാൻ പണിയെടുക്കുന്ന സമയത്ത് ആ നീട്ടിക്കുത്തിയ വണ്ണം കുറഞ്ഞ കമ്പ് ഊരിയെടുക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പാമ്പിൻ്റെ അസ്ഥി കാണുന്നത്. ആ പാമ്പിൻ്റെ നടുവിലൂടെ കുത്തിക്കയറിയ ഈ കമ്പിനാലാണ് ആ പാമ്പ് അവിടെ നിന്ന് ചത്തിട്ടുള്ളത്. അങ്ങനെ ചത്ത ആ പാമ്പിൻ്റെ അസ്ഥി അവിടെ തന്നെ കാണുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് അന്താളിച്ചു, പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം അന്ന് എൻ്റെ കയ്യിൽ കൊത്തിയത് പാമ്പായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ സമയം ഉടനെ തന്നെ തലകറക്കം സംഭവിക്കുന്നു, നിലത്ത് വീഴുന്നു, പിന്നീട് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ പാമ്പ് കൊത്തിയ സമയത്ത് ഇത് പാമ്പായിരുന്നു എന്നറിയാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും സംഭവിച്ചില്ല. ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ആ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് അന്ന് എന്നെ കൊത്തിയത് പാമ്പാണ് എന്ന് തിരിച്ചറിഞ്ഞ് പേടി കയറിയിട്ട് അന്ന് കൊത്തിയ പാമ്പിൻ്റെ വിഷമേറ്റ് ആ മനുഷ്യൻ ലോകത്തോട് യാത്ര പറഞ്ഞു. എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു രാജാവ്
ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത്. അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 കുറ്റവാളികളെ കൊണ്ടുവരുന്നു. ഒരാളുടെ മുന്നിൽ സൂചി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടി. അതിനുശേഷം നല്ല വിഷമുള്ള സർപ്പത്തെ കൊണ്ട് അദ്ദേഹത്തെ കൊത്തിച്ചു. പക്ഷേ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. വേറൊരാളെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിഷമുള്ള നല്ലൊരു സർപ്പത്തെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടിവെച്ചു. എന്നിട്ടൊരു സൂചി എടുത്ത് കാലിലൊരു കുത്തുകൊടുത്തു. ആ മനുഷ്യൻ ഉടനെ തന്നെ മരണപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പേടി അത് വിഷത്തെ നമ്മുടെ ശരീരത്തിലേക്ക് വല്ലാതെ കണ്ട് ആവാഹിപ്പിക്കും. അതുകൊണ്ട് പേടിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ കാലുമൊക്കെ കുത്തുമ്പോഴേക്ക്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കോറുമ്പോഴേക്ക് പാമ്പാണോ എന്ന് പേടിച്ച് നമ്മുടെ ജീവിതം മരണത്തിലേക്ക് സമർപ്പിക്കുന്ന പേടിയുടെ തലങ്ങളിലേക്ക് ഈ സമൂഹത്തെ വിട്ടുകൊടുക്കാതെ, സമൂഹത്തെ എത്തിക്കാതെ ന്യൂസ് റൂമുകളും ചർച്ചകളെ ഒന്ന് മയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ പേടിച്ച് മരണത്തിന് കീഴൊതുങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് കാവലുകളെ തേടി സൂക്ഷിച്ച് ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. കിടക്കുന്നതിന് മുമ്പ് കിടപ്പറയിലെ വിരിപ്പുകളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീടുകളുടെ മൂലകളിലെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ചവറുകളോ മറ്റു ജാവാരങ്ങളോ എല്ലാം മാറ്റി നമ്മളാ മേഖലകളെ നല്ല വൃത്തിയോടുകൂടെ കൊണ്ടു നടക്കുന്നതും അപകടങ്ങൾ ഒഴിവാകാൻ കാരണമാണ്. അത്തരത്തിൽ സൂക്ഷിച്ച് ജീവിച്ച് നമുക്ക് വിജയിക്കാം. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ.